1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 33-ാമത് വാക്യം. വിവാഹം ചെയ്തവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് കരുതി ലോകത്തുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ്ലീഹ വളരെ സ്നേഹത്തോട് പറയുന്നൊരു വാക്കാണ്, നിങ്ങളെ ഒന്നിപ്പിച്ച ദൈവമാണ്, നിങ്ങൾക്ക് ജീവൻ തന്ന ദൈവമാണ്, നിങ്ങളെ ഇവിടെ ജീവിക്കുവാൻ എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്ന ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നവരെ ഓർത്ത് തിരഞ്ഞെടുക്കുന്നവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ദൈവത്തെ മറന്നു കളയരുത്. പലപ്പോഴും നാം കണ്ടെത്തുന്ന യാത്രകൾ ദൈവത്തെ മറന്നുള്ള യാത്രകളാണ്. പലപ്പോഴും നാം കണ്ടെത്തുന്ന ബന്ധങ്ങൾ ദൈവത്തെ മറന്നുള്ള ബന്ധങ്ങളാണ്. പലപ്പോഴും നാം കണ്ടെത്തുന്ന പല കാര്യങ്ങളും ദൈവത്തെ മറന്നുള്ള കാര്യങ്ങളാണ്. പക്ഷേ ദൈവത്തെ മറന്നിട്ടും മറ്റൊരാളെ പ്രസാദിപ്പിക്കുവാൻ, മറ്റൊരാളുടെ ഇഷ്ടം ചെയ്യുവാൻ നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ നിങ്ങൾ മറന്നു കളയുകയാണ്. ഒരിക്കലും നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ നിങ്ങൾ മറന്നു കളയരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അപകടമാണ് ദൈവത്തെ മറന്ന് നിങ്ങൾ മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ ഒരുങ്ങുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, വിവാഹം ചെയ്തവൻ എങ്ങനെ ഭാര്യയെ പ്രസാദിപ്പിക്കാമെന്ന് കരുതി ലോകത്തിലുള്ളത് അന്വേഷിക്കുന്നു. ലോകപരമായി അന്വേഷണം നടത്തിക്കൊണ്ട് തൻ്റെ ഭാര്യയെ പ്രസാദിപ്പിക്കുവാൻ നോക്കുമ്പോൾ ഒരിക്കലും ഭാര്യ അതിനകത്ത് തൃപ്തിയല്ല. എൻ്റെ പ്രിയരെ, നിങ്ങൾ എത്ര ഒരാളെ തൃപ്തിപ്പെടുത്താൻ നോക്കിയാലും, എത്ര സന്തോഷിപ്പിക്കാൻ നോക്കിയാലും അതെല്ലാം നിങ്ങൾക്ക് അവസാനം ദുഃഖമായി മാറും. നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുക, നിങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുക, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നടക്കുക. അത് മാത്രമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ എന്നും ഒരു അനുഗ്രഹമായിരിക്കുന്നത്. ബാക്കി നിങ്ങൾ ആരെ സന്തോഷിപ്പിക്കാൻ നോക്കിയാലും അതെല്ലാം നിങ്ങൾക്ക് അവസാനം കണ്ണുനീരായി മാറും. മറന്നു പോകരുത്. കണ്ണുനീരിൽ വീഴാതെ യേശുവിനോട് ചേർന്ന് യേശുവിനെ സന്തോഷിപ്പിക്കുക, യേശുവിൽ ജീവിക്കുക. നിങ്ങൾക്കൊരു ദൈവമുണ്ട് കേട്ടോ, മറക്കരുത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.